ത്രിത്വൈക ദൈവത്തിന് സ്തുതി. അനുദിന മന്ന എന്ന MCYM മൂവാറ്റുപുഴ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നോമ്പുകാല ചിന്തകളുടെ 12ാം ദിവസത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നേ ദിവസം വായിച്ചു മനസ്സിലാക്കുവാനും ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതങ്ങളെയൊക്കെ വിലയിരുത്തുവാനും സഭ നമുക്കായി നൽകുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: പരസ്പരം സ്നേഹിക്കുക എന്നത്. 12ാം വാക്യത്തിലും 13ാം വാക്യത്തിലുമായി ഈശോ നമ്മോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. കാൽവരിയുടെ കുരിശിൽ ഈശോ നമുക്ക് കാണിച്ചു തന്നത് ഈ വലിയ സ്നേഹത്തിന്റെ മാതൃക തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കാം സ്നേഹിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് ഈശോ പറയുന്നത്? കാരണം ഇന്ന് നാം 2025 എത്തി നിൽക്കുമ്പോൾ നാം കാണുന്ന സ്നേഹങ്ങളൊക്കെയും സ്വാർത്ഥതയുടെ പര്യായങ്ങളാണ്. എന്നാൽ ഈശോയുടെ സ്നേഹം അപ്രകാരമായിരുന്നില്ല. അത് നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു. നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ലോക ജനതയുടെ മുഴുവൻ പാപപരിഹാരത്തിനായി തന്നെ കാൽവരിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആ സ്നേഹമായിരിക്കണം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം വാഗ്ദാനം ചെയ്യേണ്ടത്, നാം നടപ്പിൽ വരുത്തേണ്ടത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജനങ്ങളായി നിൽക്കുമ്പോൾ, MCYM പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായി ഉയർന്നു വരുമ്പോൾ നാം മറ്റുള്ളവരോട് കാണിക്കേണ്ടതും ഈ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. നോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരോടെങ്കിലുമൊക്കെയുള്ള വിദ്വേഷം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ കഴുകി തീർക്കുവാനും പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനും അനുരഞ്ജനത്തിനായും ഈ നോമ്പ് നാം ഓരോരുത്തർക്കും വഴിയൊരുക്കണം. ഈശോയെ പോലെ സ്നേഹിക്കുവാൻ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. അതിന് നോമ്പിനു വേണ്ടി കൃത്യമായി ഒരുങ്ങുവാനും വേണ്ട വർജനകൾ നടത്തുവാനും നമുക്ക് സാധിക്കണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വചനഭാഗങ്ങൾ വായിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി പിഴവുകളെ തിരുത്തുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. അതിന് തീർച്ചയായും നമുക്ക് കഴിയും. അതിന് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും. നാം ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഏവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നോമ്പിന്റെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.